2005 റിലീസായ ഒരു കോമഡി ഫാൻറ്റസി ഫിലിമാണ് നാനി മക്ഫി. ചിത്രത്തിൻ്റെ ആദ്യ ഭാഗം കാണിക്കുന്നത് ഒരു വലിയ വീടിൻ്റെ വാതിൽ തുറന്ന് ഒരു സ്ത്രീ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടുന്നതാണ്. അവർ നേരെ നമ്മുടെ ആക്ടറായ മിസ്റ്റർ ബ്രൗണിൻ്റെ അടുത്തേക്ക് പോയി പെട്ടെന്ന് പറഞ്ഞു, നിങ്ങളുടെ കുട്ടികളിൽ ഏറ്റവും ഇളയ കുഞ്ഞിനെ അടുപ്പിൽ കുക്ക് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. കേട്ട പാതി കേൾക്കാത്ത പതി ബ്രൗൺ പെട്ടെന്ന് ഓടി വീട്ടിലെത്തി. വാതിലിനിടയിലൂടെ ഒന്ന് നോക്കുമ്പോൾ അയാളുടെ കുട്ടികൾ എന്തോ കഴിക്കുന്നുണ്ട്. ഒരു കുട്ടി കഴിക്കുന്ന ഫുഡിൽ ഒരു ചെറിയ കുട്ടി ഇടുന്ന സോക്സ് പോലെ എന്തോ ഒന്നും കൂടി ഇട്ട് വെച്ചിരിക്കുന്നു. ഇതൊക്കെ കാണുന്ന ബ്രൗൺ പേടിച്ച് ഓടിച്ചെന്ന് അടുപ്പിലിരിക്കുന്ന പാത്രം തുറന്നു നോക്കുമ്പോൾ കാണിക്കുന്നത് തൻ്റെ ഇളയ കുഞ്ഞിനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികൾക്കിടയിൽ കിടത്തിയിരിക്കുന്നതാണ്. എന്നാൽ അടുപ്പിൽ തീയില്ലായിരുന്നു. ബ്രൗൺ പെട്ടെന്ന് തൻ്റെ കുഞ്ഞിനെ അതിൽ നിന്നും എടുത്തു. പിന്നീട് ബ്രൗണിന് കാര്യം മനസ്സിലായി. എന്തെന്നാൽ ഇവരെ നോക്കാനായി ബ്രൗൺ ഏർപ്പെടുത്തിയ നാനിയെ വീട്ടിൽ നിന്നും ഓടിച്ചു വിടാനുള്ള പ്ലാനായിരുന്നു ആ കുഞ്ഞിനെ പച്ചക്കറികൾക്കിടയിൽ കിടത്തിയത്. അവരായിരുന്നു ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയത്. അവരെ കൂടി ചേർത്ത് 17ാമത്തെ നാനിയാണ് ഈ കുട്ടികൾ ഓട്ടിച്ചു വിട്ടത്. മറ്റു 16 പേരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഈ ബ്രൗണിന് 7 കുട്ടികളാണ് ഉള്ളത്. അയാളുടെ വൈഫ് കുറച്ച് നാളുകൾക്ക് മുന്നേ മരിച്ചു. ഈ 7 കുട്ടി പട്ടാളങ്ങളെയും കൂടി മേയിച്ചുകൊണ്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ബ്രൗണിന് ജോലി കാരണം കുട്ടികളുടെ കൂടെ നിന്ന് അവരെ നോക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നാനി ഏർപ്പാടാക്കുന്നത്. അവരെയാണെങ്കിൽ ഈ കുട്ടികൾ ഓട്ടിച്ചു വിടുന്നു. സൈമൺ എന്ന കൂട്ടത്തിൽ മൂത്ത മകനാണ് മറ്റു കുട്ടികളെ കൊണ്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു ചെയ്യിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവരുടെ ഗ്രൂപ്പ് ലീഡർ. ടോറ, എറിക്, ലില്ലി, ക്രിസ്, സെബാസ്റ്റ്യ, ആഗി എന്നിവരാണ് മറ്റു മക്കൾ. ഇതിനിടയിൽ മിസ്റ്റർ ബ്രൗൺ അടുത്ത നാനിയെ തിരക്കി ഇറങ്ങുന്ന ടൈം ചവിട്ടുന്നത് ഈ കുട്ടികളുടെ കളിപ്പാട്ടത്തിലായിരുന്നു. ആ സമയം അത് തെന്നി ബ്രൗൺ സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് വലിയൊരു വീഴ്ച വീഴുന്നു. ഈ ബ്രൗൺ ഇങ്ങനെ വീണ് കിടക്കുന്ന ടൈം അവിടെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായ എവാഗ്ലിൻ വരുന്നു. തങ്ങളുടെ അച്ഛൻ പറയുന്നത് കുട്ടികൾ കേൾക്കാറില്ലെങ്കിലും കുറച്ചൊക്കെ മൈൻഡ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചെങ്കിലും കേൾക്കുന്നത് ഈ എവാഗ്ലിന്റെ വാക്കുകളാണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എന്തെന്നാൽ ഈ എവാഗ്ലിനെ ഓടിച്ചു വിടാൻ വലിയ പ്ലാൻ ഒന്നും കുട്ടികൾ ഇതുവരെ നടത്തിയിട്ടുമില്ല. അങ്ങനെ എവാഗ്ലിനോട് പറഞ്ഞ ശേഷം നാനിയെ അന്വേഷിക്കാനായി ബ്രൗൺ പോകുന്നു. നാനിയെ അന്വേഷിച്ച് പോകുന്നിടത്തെല്ലാം ബ്രൗണിന് നേരിടേണ്ടി വരുന്നത് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ അവസാനം നാനിയെ അന്വേഷിച്ച് ഒരു വീട്ടിലെത്തുമ്പോൾ അവിടെ നിന്നും ഒരു അശരീരി പോലെ കേൾക്കുന്നു, നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം നാനി മക്ഫിയാണ്. അവർക്ക് മാത്രമേ നിന്നെ സഹായിക്കുവാൻ ഇനി കഴിയുകയുള്ളൂ. അവർ എവിടെയാണെന്ന് ബ്രൗൺ ചോദിക്കുമ്പോൾ അവരെ അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകാനൊന്നും പറ്റില്ലെന്നും നിനക്ക് ആവശ്യമുള്ളപ്പോൾ അവർ നിന്റെ മുന്നിൽ എത്തുമെന്നും സൗണ്ട് കേൾക്കുന്നു. ആ സൗണ്ട് എങ്ങനെ വരുന്നു എന്നോ എവിടെ നിന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് കാണുവാൻ പോലും ബ്രൗണിന് കഴിയുന്നില്ല. അങ്ങനെ നിരാശനായി ബ്രൗൺ തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് കുട്ടികളോടായി പറയുന്നു, എൻ്റെ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. ഈ ജോലി തിരക്കിനിടയിലും എന്തിനാ നിങ്ങൾ എനിക്ക് അമിത ജോലി ഉണ്ടാക്കി വെക്കുന്നത്? എൻ്റെ കഷ്ടകാലം. നിങ്ങൾക്ക് വേണ്ടി നാനിയെ തിരക്കി ഇനി പോകാൻ സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞ് ബ്രൗൺ അവിടെ നിന്നും പോകുന്നു. ഈ സമയം ഇതൊക്കെ കേട്ട് കുട്ടികൾക്ക് സന്തോഷമാകുന്നു. കാര്യം ഇനി അവരെ നോക്കാൻ ആരും വരില്ലല്ലോ. പിന്നീട് കാണിക്കുന്നത് അവിടെ നിന്നും പോയ നാനിക്ക് വേണ്ടി ബ്രൗൺ ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരു ലെറ്റർ എഴുതുന്നതാണ്. മറ്റു 16 പേർക്കും ബ്രൗൺ ഇതുപോലെ തിരികെ വിളിച്ചുകൊണ്ട് ക്ഷമ ചോദിച്ച് ലെറ്റർ അയച്ചിട്ടുണ്ടെങ്കിലും ആരും തിരികെ വന്നിട്ടില്ല. ഇതിനിടയിൽ എവാഗ്ലിൻ വന്നിട്ട് നിങ്ങളുടെ അച്ഛനെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതെന്ന് കുട്ടികളോട് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നാനിയെ വേണ്ട, ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്കറിയാം. ഇനി അച്ഛന് 2ാമത് കല്യാണം കഴിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അതും ഞങ്ങൾ നടത്തിക്കില്ലെന്ന് അവർ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ അച്ഛൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് പറഞ്ഞത്, ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് എവാഗ്ലിൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ബ്രൗൺ ന്യൂസ് പേപ്പർ നോക്കുന്നതാണ്. ആ സമയം നാനി മക്ഫിയുടെ ഒരു പരസ്യം പത്രത്തിൽ കാണുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോഴാകട്ടെ ആ ഭാഗം വെട്ടിയെടുത്തിരിക്കുന്നു. ഈ കുട്ടികൾ കാരണം പത്രം വായിക്കാൻ പോലും ആകുന്നില്ല. ഇതിനിടയിൽ ആ കുട്ടികൾ അവിടുത്തെ കുക്കായ ബ്ലദർ ബുക്കിനെ ദേഷ്യം പിടിപ്പിക്കുന്നതിനുള്ള പണികൾ ഓരോന്നോരോന്നായി കാണിച്ചു തുടങ്ങി. അവരാണെങ്കിൽ മിലിറ്ററിയിലൊക്കെ നിന്നിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ ക്ഷമിച്ച് അവിടെ നിൽക്കുന്നു. ആ കുട്ടികൾ വീണ്ടും വീണ്ടും അവരെ ദേഷ്യപ്പെടുത്താനായി ഓരോ പണികളൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഈ സമയം ബ്രൗൺ ആളൊഴിഞ്ഞ ഒരു ചെയറിലേക്ക് നോക്കി സംസാരിക്കുന്നു. അത് തൻ്റെ വൈഫാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് ബ്രൗൺ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. തൻ്റെ പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം ബ്രൗൺ പറഞ്ഞു കേൾപ്പിക്കുന്നു. ഒന്നാമത് കുട്ടികളുടെ വികൃതി, 2ാമത് ഫിനാൻഷ്യൽ പ്രോബ്ലം.
ഒരു ആൻറ്റിയാണ് ബ്രൗണിൻ്റെ കുടുംബത്തിലേക്കുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭാര്യ മരിച്ച ശേഷം രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ ബ്രൗണിന് സമയം കൊടുത്തിരിക്കുകയാണ് ആൻറ്റി. അത് നടന്നില്ലെങ്കിൽ പിന്നീട് ഫിനാൻഷ്യലായി സപ്പോർട്ടൊന്നും ചെയ്യില്ലെന്ന് ആൻറ്റി ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ സമയം എവാഗ്ലിൻ ബ്രൗണിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു. കിച്ചണിൽ കുക്കിനെയിട്ട് കുട്ടികൾ കാണിച്ചു കിട്ടുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവൾ ഓടി വരുന്നത്. ബ്രൗൺ പെട്ടെന്ന് കിച്ചണിലേക്ക് പോകുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് രാത്രി നല്ല ഇടിയും മഴയും. അങ്ങനെ നോക്കുമ്പോൾ വീടിൻ്റെ വാതിലിന് പുറത്ത് ആരോ വന്ന് നിൽക്കുന്നു. ആരാണെന്ന് നോക്കുവാൻ ബ്രൗൺ ഡോർ തുറന്നു. അത് ഒരു സ്ത്രീ ആയിരുന്നു. അവരുടെ മുഖത്തൊക്കെ മറുകുകളും പിന്നെ ഒരു പല്ല് പുറത്തേക്ക് വന്ന രീതിയിലൊക്കെ ആയിരുന്നു. നിങ്ങൾ ആരാണെന്ന് ബ്രൗൺ ചോദിക്കുന്നു. ഇപ്പോൾ നിനക്ക് ആവശ്യം എന്നെയാണ്, ഞാനാണ് നാനി മക്ഫി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ വീടിനുള്ളിലേക്ക് കയറുന്നു. മുൻപേ അവരെ തിരക്കിക്കൊണ്ടിരുന്ന ബ്രൗണിന് അത് ആശ്വാസമായി. എൻ്റെ കുട്ടികൾ കുറച്ച് വികൃതിയുള്ള കൂട്ടത്തിലാണെന്ന് ബ്രൗൺ മുൻകൂട്ടി തന്നെ നാനി മക്ഫിയോടായി പറയുന്നു. ഈ സമയം അതൊക്കെ ഞാൻ ശരിയാക്കും എന്ന ഭാവത്തിൽ നാനി മക്ഫി അവരെ കാണാനായി പോകുന്നു. കിച്ചണിലാണെങ്കിൽ വൻ ബഹളം നടക്കുന്നു. അടുക്കള ആണെങ്കിൽ വലിച്ചു വാരി ഒരു കോലമാക്കി ഇട്ടിരിക്കുന്നു. കുക്കിനെയാണെങ്കിലോ ടേബിളിൽ കെട്ടിയിട്ടിരിക്കുന്നു. ഈ സമയം നാനി മക്ഫി അവിടെ വന്ന് നിന്നിട്ട് കുട്ടികളോടായി നിർത്താൻ പറയുന്നു. അപ്പോൾ സൈമൺ മറ്റുള്ളവരോടായി ചോദിക്കുന്നു, അയ്യോ എവിടെ നിന്നും ഒരു സൗണ്ട് കേട്ടല്ലോ, നിങ്ങൾ ആളെ കണ്ടിരുന്നോ? ഇങ്ങനെയൊക്കെ കുട്ടികൾ നാനി മക്ഫിയെ കളിയാക്കിക്കൊണ്ടിരുന്നു. നാനി മക്ഫി വീണ്ടും നിർത്താൻ പറയുന്നുണ്ടെങ്കിലും കുട്ടികൾ അതൊന്നും കേൾക്കുന്നതേയില്ല. അങ്ങനെ ആ നാനി മക്ഫി അവരുടെ മാന്ത്രിക വടി തറയിലൊന്ന് തൊടുന്നു. ഈ സമയം കാണുന്നതും ചെയ്യുന്നതുമായ പ്രവൃത്തികൾ കണ്ട് കുട്ടികൾ പോലും അത്ഭുതപ്പെട്ട് നിന്നുപോയി. വേഗത്തിൽ ചെയ്യുന്നത് പോലെയായി. അവർക്കാണെങ്കിൽ അവരുടെ കൈയും ശരീരവുമൊക്കെ തളർന്ന് നിർത്താൻ കൂടി കഴിയുന്നില്ല. പ്ലീസ് ഒന്ന് നിർത്തൂന്ന് പറഞ്ഞാൽ നാനി മക്ഫി നിർത്താമെന്ന് പറയുന്നുണ്ട്. എന്നാൽ കുട്ടികളുണ്ടോ നിങ്ങളോട് പ്ലീസ് എന്ന് പറയാനോ? പറഞ്ഞത് തന്നെ. ആ സമയം നാനി മക്ഫി വീണ്ടും കുട്ടികളെ കൊണ്ട് സ്പീഡിന് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നു. ആ സമയത്ത് അവരുടെ കൂട്ടത്തിലെ ഒരു കുട്ടി ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് എറിയുന്നു. അങ്ങനെ ആ ഇളയ കുഞ്ഞിനെ എടുക്കുന്നു. ഇതിനെയും ഇവർ എടുത്ത് എറിയുമോ എന്ന് പേടിച്ച് സൈമൺ പെട്ടെന്ന് നാനി പ്ലീസ് ഇതൊന്ന് നിർത്തൂ എന്ന് പറയുന്നുണ്ട്. ഈ സമയം എല്ലാം പഴയതുപോലെ തന്നെ മന്ദഗതിയിലാകുന്നു. അതുമല്ല കിച്ചൺ മുൻപ് ഇവർ എത്ര അലങ്കോലപ്പെടുത്തുന്നതിന് മുമ്പേ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ മാറി. മതി പോയി കിടന്നുറങ്ങ് എന്ന് നാനി കുട്ടികളോടായി പറയുമ്പോൾ മറുത്തൊന്നും പറയാതെ അവർ റൂമിലേക്ക് പോയി. ഈ സമയം സൈമൺ റൂമിൽ ചെന്ന് മറ്റുള്ളവരോടായി നാനി മക്ഫിയെ ഓടിക്കാനായി കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് ഇവർ ഉറങ്ങാൻ കിടന്നപ്പോൾ നാനി അവിടേക്ക് വന്ന് ഈ കുട്ടികളിൽ ഓരോരുത്തരുടെയും പേരുകൾ എടുത്തെടുത്ത് പറയുന്നു. കുട്ടികൾക്കാണെങ്കിൽ വലിയ അത്ഭുതം തോന്നി. കാര്യം ഓടിപ്പോയി 17 നാനിമാർക്ക് ശരിക്കും പേരെന്താണെന്ന് കൂടി അറിയില്ലായിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ടൈം ഞാനിവിടെ കാണും. എന്നു മുതൽ നിങ്ങൾക്ക് ഈ വീടിന് എന്നെ ആവശ്യമില്ലാതെ ആകുന്നുവോ അന്ന് ഞാൻ ഇവിടെ നിന്ന് പോകും, മക്ഫി പറഞ്ഞു. നിങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമേ അല്ല എന്ന് സൈമൺ പറയുമ്പോൾ അത് സാരമില്ല, ഞാൻ ഇവിടെ തന്നെ കാണുമെന്നും പറഞ്ഞ് ലൈറ്റ് ഓഫ് ആക്കി നാനി അവിടെ നിന്നും പോകുന്നു. ശരിക്കും ലൈറ്റൊക്കെ തനിയെ ഓഫ് ആകുന്നത് കണ്ട് കുട്ടികളൊക്കെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇവർ വല്ല മന്ത്രവാദിനിയുമാണോ എന്ന് പോലും കുട്ടികൾ സംശയിക്കാതിരുന്നില്ല. ഈ സമയം സ്വസ്ഥമായി ഉറങ്ങുന്ന ബ്രൗണിനെ കാണിക്കുന്നുണ്ട്. കുട്ടികൾ ഉറങ്ങി എന്ന് പറഞ്ഞപ്പോൾ ബ്രൗണിന് അതിശയം തോന്നി. ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? അതെ, ഇനി ഞാൻ ഉറങ്ങാൻ പോകുന്നു. ആ സമയം ബ്രൗൺ നാനി മക്ഫിയോട് ജോലിയിൽ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, ഞായറാഴ്ച ദിവസങ്ങളിൽ എനിക്ക് ലീവ് വേണമെന്ന് പറഞ്ഞ് അവർ പോകുന്നു. ബ്രൗണിനും വലിയ അതിശയം തോന്നി. ഇവർ ആരായിരിക്കും എന്നെല്ലാം ആലോചിച്ചു. അടുത്ത ദിവസം ഈ കുട്ടികളെ വിളിച്ചുണർത്തിയ ശേഷം നാനി അവരെ ഗാർഡനിലേക്ക് വിളിച്ചു. റെഡിയായി വരാൻ കുറച്ച് സമയവും കൊടുത്തു. എന്നാൽ കുട്ടികൾ അവർക്ക് ഒരു പണി കൊടുത്തേ പറ്റൂ എന്ന് പ്ലാൻ ചെയ്തു. പറഞ്ഞ ടൈം കഴിഞ്ഞിട്ടും കുട്ടികൾ വരാത്തതിനാൽ നാനി റൂമിൽ പോയി നോക്കുന്നു. അപ്പോൾ നോക്കണേ, മുഖത്ത് കുറെ കുത്തൊക്കെ ഇട്ട് വെച്ച് എല്ലാവരും വയ്യ എന്ന് ഒരേ സ്വരത്തിൽ പറയുന്നു. എന്തിന്? ആ ഇളയ കുഞ്ഞിനെ പോലും അങ്ങനെ കിടത്തിയിരിക്കുന്നു. നാനിക്ക് കാര്യം മനസ്സിലായി. അവർ അവിടെ നിന്ന് ഓക്കെ പറഞ്ഞു പോകുന്നു. അതിനു മുമ്പ് തടി കൊണ്ട് ആ തറയിലൊന്ന് തട്ടുന്നു. നാനിയെ പറ്റിച്ചെന്ന് പറഞ്ഞ് സന്തോഷിച്ച് കുട്ടികൾ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴാകട്ടെ അവർക്ക് അവിടെ നിന്ന് കുറച്ചു പോലും അനങ്ങാൻ വയ്യ. ഈ ടൈം ബ്രൗൺ ഒരു ബോർഡ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ആൻറ്റിയുടെ ലെറ്റർ വന്നു. ഉടനെ ഒരു കല്യാണം കഴിച്ചില്ലെങ്കിൽ നിനക്കിന് ഫിനാൻഷ്യൽ ഹെൽപ്പൊന്നും ഉണ്ടാകില്ല. പെട്ടെന്ന് എങ്ങനെ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കുമെന്നൊക്കെ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ ഡെഡ് ബോഡി ബ്രൗണിന് ഓർമ്മ വന്നു. അയാളുടെ വൈഫിനെ കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിച്ച് ബ്രൗൺ അവിടെ നിന്നു. കുട്ടികൾക്കാണെങ്കിൽ നല്ല പണി തന്നെ കിട്ടി. നാനി കുക്കിൻ്റെ അടുത്ത് പോയി പട്ടാളക്കാർക്ക് പണിഷ്മെന്റ് കൊടുക്കുന്ന ടൈം ഉണ്ടാക്കുന്ന ഫുഡ് ഉണ്ടാക്കാൻ പറയുന്നു. ആ സമയം കുക്ക് പെട്ടെന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്ത് ആ കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കുന്നു. ഈ ടൈം എവാഗ്ലിൻ അവിടെ വരുമ്പോൾ
ആ കുട്ടികളിൽ ഒരാൾ പ്ലീസ് ഞങ്ങൾക്ക് നല്ല ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുന്നു. ഇവരുടെ ഈ പ്ലേസ് എന്നൊക്കെയുള്ള സംസാരം കേട്ടിട്ട് എവാഗ്ലിൻ അത്ഭുതപ്പെടുന്നു. ഈ സമയത്ത് ബ്രൗണും നാനിയും മക്ഫിയും കൂടി അവിടേക്ക് വരുന്നു. നാനി അവരുടെ മാന്ത്രിക വടി കൊണ്ട് തറയിൽ തട്ടുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നു. അപ്പോൾ മക്ഫി എവാഗ്ലിനോടായി പറഞ്ഞു അവർക്ക് നല്ല എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ. ഈ കുട്ടികൾ പ്ലേസ് എന്ന് പറയുന്നതൊക്കെ കേട്ടുനിന്ന മക്ഫിയുടെ ഫേസിലെ ഒരു മറുക് മാഞ്ഞു. ഇത് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുട്ടി ശ്രദ്ധിക്കുന്നു. അവൾ അത് മറ്റുള്ളവരോട് പറയുന്നു. ഈ സമയം നാനി ബ്രൗണിനോട് വന്ന് കുട്ടികൾക്ക് രണ്ടാമത്തെ പാഠവും പഠിപ്പിച്ചു എന്ന് പറയുന്നു. അടുത്തിടെ ഒരു ലെറ്റർ കണ്ട് ബ്രൗൺ നല്ല ടെൻഷനിലാകുന്നു. എന്താണെന്നോ ആൻറ്റി അവിടേക്ക് വരുന്നു. പെട്ടെന്ന് ബ്രൗൺ കുട്ടികളോട് അത് അറിയിച്ചു. അന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നാനി അവിടെ നിന്നും പോകുന്നു. ആൻറ്റി അവിടെ എത്തിയതും കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. അതുമല്ല ബ്രൗണിൻ്റെ കുട്ടികളിൽ ഒരാളെ ദത്തെടുക്കാൻ കൂടിയായിരുന്നു അവർ വന്നത്. കുട്ടികളെ വിളിക്കാൻ ബ്രൗണിനോട് പറയുമ്പോൾ ആ കുട്ടികൾ ഈ കാര്യം കേൾക്കുന്നു. അത് മനസ്സിലാക്കിയ കുട്ടികളാണെങ്കിൽ അവിടെ നിന്ന് മൃഗങ്ങളെ മനുഷ്യരെ പോലെ ഉടുപ്പൊക്കെ അണിയിച്ചു നിർത്തി. ഇത് ബ്രൗണിന് ഇഷ്ടപ്പെട്ടു. തൻ്റെ കണ്ണട ഉപയോഗിച്ച് മാത്രമേ ആൻറ്റിക്ക് വ്യക്തമായ കാഴ്ച സാധ്യമാകുകയുണ്ടായിരുന്നുള്ളൂ. ഇത് മനസ്സിലാക്കിയ ബ്രൗൺ ആ കണ്ണട തട്ടി താഴെയിട്ട ശേഷം അത് അവ്യക്തമാക്കി തിരികെ നൽകി. അതുകൊണ്ട് നോക്കിയ ശേഷം അവ ബ്രൗണിനോടായി പറഞ്ഞു നിന്റെ കുട്ടികളൊന്നും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ കുട്ടികളിൽ ഒരാൾ ആൻറ്റിയുടെ കണ്ണിൽ പെടുന്നു. ആൻറ്റി ആണെങ്കിൽ അവളെ മതി എന്ന് പറഞ്ഞു നിൽക്കുന്നു. ഈ സമയത്ത് കുട്ടികൾ നാനി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. ആ ടൈം നാനി മക്ഫി അവിടെ എത്തുന്നു. നാനി മക്ഫി വടി കൊണ്ട് തറയിൽ പിന്നെയും ഒന്ന് തട്ടി. അപ്പോൾ അവിടെ നിന്ന് ഒരു മൃഗം എണീറ്റ് ഡാൻസ് കളിക്കുന്നു. ബ്രൗണിന്റെ കുട്ടിയാണെന്ന് കരുതി ആൻറ്റി ആ മൃഗത്തെ ആയിരുന്നു സെലക്ട് ചെയ്തത്. എന്നാൽ അതെങ്ങനെ പറ്റിക്കാൻ കഴിയുമെന്ന് കരുതിയിട്ട് നാനി മക്ഫിയുടെ ഐഡിയയിൽ എവാഗ്ലിൻ ബ്രൗണിന്റെ മകളാണെന്ന് പറഞ്ഞ് ആൻറ്റിയുടെ കൂടെ പോകുന്നു. എവാഗ്ലിന് ഫാമിലി റിലേറ്റീവ്സും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ ആൻറ്റിയുടെ മകളായി സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് നാനി മക്ഫിയും വിചാരിച്ചു. അങ്ങനെ ബ്രൗണിന് തൻ്റെ കുട്ടികളെ തിരിച്ചു കിട്ടിയതിൽ സന്തോഷമായി. പിന്നീട് നാനിയോട് കുട്ടികൾ നന്ദി പറയുമ്പോൾ മക്ഫിയുടെ ഫേസിലെ അടുത്ത മറുകും മാഞ്ഞു. അങ്ങനെ നാനി മക്ഫി ബ്രൗണിന്റെ അടുത്ത് ചെന്ന് കുട്ടികളെ മൂന്നാമത്തെ പാഠവും പഠിപ്പിച്ചു എന്ന് പറയുന്നു. പിന്നീട് ആൻറ്റിയെ ബോധിപ്പിക്കാനായി ബ്രൗൺ ആ മരിച്ച ആളിന്റെ വൈഫിനെ വിവാഹം കഴിക്കാനായി തീരുമാനിക്കും. കുട്ടികളോട് ഫിനാൻഷ്യൽ പ്രോബ്ലംസിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കുട്ടികളുടെ തലയിൽ കയറുന്നില്ല. നെക്സ്റ്റ് ഡേ ആ സ്ത്രീ വീട്ടിലേക്ക് വരുമ്പോൾ ആ കുട്ടികൾ ഒരുപാട് പണി കൊടുക്കുന്നു. ആ സമയത്ത് ബ്രൗൺ അതൊക്കെ തടുക്കുന്നു. ആ സമയത്ത് ആ സ്ത്രീയുടെ ശരീരത്തിലൊക്കെ തട്ടുന്നു. ഇത് ഇഷ്ടപ്പെടാതെ ആ ലേഡി അവിടെ നിന്നും ഇറങ്ങിപ്പോകും. ഇതൊക്കെ കണ്ട് വിഷമിച്ച് ബ്രൗൺ തൻ്റെ കുട്ടികളുടെയും നാനി മക്ഫിയുടെയും അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ മറ്റൊരു സ്ത്രീയെ ചിന്തിച്ചിട്ട് കൂടിയില്ല. എൻ്റെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആണ് എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ആ സമയത്ത് കുട്ടികൾക്ക് ബ്രൗണിൻ്റെ അവസ്ഥ ഓർത്ത് വിഷമം തോന്നി. നെക്സ്റ്റ് ഡേ ഇവർ ആ സ്ത്രീയുടെ അടുത്ത് പോയി ക്ഷമ ചോദിച്ച് തിരികെ വരണമെന്ന് പറഞ്ഞു. തങ്ങളുടെ അച്ഛനെ കല്യാണം കഴിച്ചാൽ അച്ഛൻ്റെ എല്ലാ സ്വത്തുക്കളും ആൻറ്റിക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പണമെന്ന് കേൾക്കേണ്ട താമസം ആ സ്ത്രീ ഓക്കെ പറഞ്ഞു. അച്ഛന് മക്കളെയും മക്കൾക്ക് അച്ഛനെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. ആ ടൈം മക്ഫി നാലാമത്തെ പാഠവും കുട്ടികളെ പഠിപ്പിച്ചു എന്ന് ബ്രൗണിനോട് വന്ന് പറഞ്ഞു. പിന്നീട് കാണിക്കുന്നത് കല്യാണ ദിവസമാണ്. ആ സമയത്ത് നന്നായി ഒരുങ്ങിയൊക്കെ വന്ന് നിൽക്കുന്ന കുട്ടികളുടെ അടുത്ത് വന്ന് ആ സ്ത്രീ വളരെ ഹാർഷായി സംസാരിക്കുന്നു. മാത്രമല്ല ഇളയ കുഞ്ഞിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കളിപ്പാട്ടവും ഒടിച്ചു കളഞ്ഞു. ആ സമയം കുട്ടികൾക്ക് മനസ്സിലായി തങ്ങളുടെ തീരുമാനം ശരിയായിരുന്നില്ല എന്നൊക്കെ. പിന്നീട് ആൻറ്റി അവിടെ എത്തുന്നു. കൂടെ എവാഗ്ലിനും. പോയതുപോലെയല്ല തിരിച്ചു വന്നത്. എവാഗ്ലിൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. ഈ സ്ത്രീയെക്കുറിച്ച് നാനി മക്ഫിയോട് സൈമൺ പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഇവർ ശരിയാകില്ല എന്നൊക്കെ. ആ സമയം നാനി മക്ഫി അഞ്ചാമത്തെ പാഠവും കുട്ടികളെ പഠിപ്പിച്ചു. ഏതൊരു കാര്യവും തെറ്റായി തോന്നി എന്ന് മനസ്സ് പറഞ്ഞാൽ അത് അപ്പോൾ തന്നെ തിരുത്തണം. മക്ഫി പറഞ്ഞത് എന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലായില്ല. എന്നാൽ കുട്ടികൾ കല്യാണം നടക്കാതിരിക്കാൻ അവിടെ ഉണ്ടായിരുന്ന കേക്കെടുത്ത് ആ സ്ത്രീയുടെ മുഖത്തെറിഞ്ഞു. അവരാണെങ്കിലോ തിരിച്ച് കുട്ടികൾക്ക് നേരെ കേക്കെറിയാൻ ശ്രമിക്കുമ്പോൾ അത് നേരെ പോയി വീഴുന്നത് ആൻറ്റിയുടെ മുഖത്തും. ശേഷം ഈ കുട്ടികളെ പിടിച്ച് ആ സ്ത്രീ അടിക്കാൻ വരുമ്പോൾ ബ്രൗൺ അവരെ എതിർത്ത് പൊയ്ക്കൊള്ളാൻ പറയുന്നു. ഈ സമയം കല്യാണം ഇന്ന് തന്നെ നടക്കണമെന്ന് പറഞ്ഞു നിൽക്കുന്ന ആൻറ്റിയോട് സൈമൺ പെട്ടെന്ന് അച്ഛൻ എവാഗ്ലിനെ വിവാഹം കഴിക്കുമെന്ന് പറയുന്നു. അത് കേട്ട് ആൻറ്റി അവിടെ ബോധം കെട്ട് വീണു. കാര്യം ബ്രൗണിന്റെ മകളാണ് എവാഗ്ലിൻ എന്നല്ലേ അവർ വിചാരിച്ചിരുന്നത്. കല്യാണത്തിനാണെങ്കിൽ എവാഗ്ലിനും ബ്രൗണിനും ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മക്ഫിയുടെ സാമീപ്യത്തിൽ ഒരു മഞ്ഞുമഴയുടെ അകമ്പടിയോടെ കല്യാണം നടന്നു. മക്ഫി ആണെങ്കിൽ ഇപ്പോൾ പഴയതുപോലെയല്ല. എല്ലാ മറുകുകളുമൊക്കെ മാറി ഒരു സുന്ദരിയായ സ്ത്രീ ആയിരിക്കുന്നു. 5 പാഠങ്ങളും പഠിപ്പിച്ച സന്തോഷത്തിൽ നാനി മക്ഫി അവിടം വിട്ടു പോകുന്നു. കല്യാണത്തിന്റെ സന്തോഷത്തോടെ നിൽക്കുന്ന കുട്ടികളെയും ബ്രൗണിനെയും കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു.
അതിനിടയിൽ നാനി മക്ഫി നടന്നു പോകുന്നതും കാണിക്കുന്നു.